എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ ഇപ്പോൾ സ്നേഹിക്കാത്തത്? കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നെ ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഞങ്ങൾ വളരെ അടുപ്പത്തിലും വളരെ സ്നേഹത്തിലും കൊണ്ടുപോയിരുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ വളരെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോടുള്ള ആ സ്നേഹത്തിൻ്റെ അളവ് കുറയുകയും ഇപ്പോൾ ഞാനൊരു തരം ശല്യം എന്ന രീതിയിലാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാനെന്നൊരു വ്യക്തി ഉള്ളതായിട്ടേ അറിയുന്നില്ല എന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള സ്നേഹമോ കെയറോ ഒന്നും എന്നോട് കാണിക്കുന്നില്ല. മേ ബി ചില സമയത്ത് എന്നോട് വെറുപ്പാണോ എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം, എൻ്റെ സാമീപ്യം പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നെനിക്ക് തോന്നാറുണ്ട്. അതെന്നെ വളരെ രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് ഒരുപാട് വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്താണ് ഒരു പരിഹാരം? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം മുതലേ സ്ഥിരമായിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. പേഴ്സണലി പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഇതുകൂടാതെ തന്നെ എൻ്റെ വളരെ അടുപ്പമുള്ള ഫ്രണ്ട്സ്, അതുപോലെ പരിചയത്തിലുള്ള ഫാമിലിയിലുള്ള ആൾക്കാരുമൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ടും പല തവണ പല സന്ദർഭങ്ങളിലും എൻ്റെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ, അതായത് വർഷങ്ങൾക്ക് മുന്നേ ഒക്കെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും ആൾക്കാർ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. മേ ബി എനിക്ക് തിരിച്ച് അങ്ങോട്ട് പറയാൻ കഥയില്ലാഞ്ഞിട്ടായിരിക്കാം, അവരുടെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കാൻ ഒരാൾ എന്ന രീതിയിൽ വിചാരിച്ചായിരിക്കാം. അന്നൊക്കെ ഇങ്ങനെ പലരുടെയും കഥകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് അന്നൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനെ പറ്റിയിട്ട് പിന്നീട് ഞാൻ ഒരുപാട് പഠിച്ചു. ഈവൻ എൻ്റെ ലൈഫിലും ഇതേ സെയിം സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഈ ഒരു എന്താണ് ഇതിനെപ്പറ്റി എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കാര്യകാരണങ്ങൾ മനസ്സിലായത്. അത് ഞാൻ നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഫാമിലി, അതായത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ആൾക്കാർക്കും കൂടെ യൂസ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിവാഹം കഴിച്ച ആൾക്കാർക്ക് മാത്രമല്ല, അതേപോലെ തന്നെ കാമുകന്മാർ ഉള്ള ആൾക്കാർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിച്ചില്ല, പക്ഷേ ഇതേ സെയിം എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേപോലെ ഉള്ള ആൾക്കാർക്ക്. പക്ഷേ ഇത് സ്ത്രീകൾക്ക് മാത്രം ഉള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ പുരുഷന്മാർ കാണണ്ട. കാരണം സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അത് മെയിൽ സൈക്കോളജിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കത്തില്ല. സ്ത്രീകൾ മാത്രം കേൾക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഓക്കെ, നൗ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലരും ഈ ഒരു പ്രശ്നം എന്നോട് വന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലത്തെ ഏറ്റവും വലിയ ആകുലത, ഏറ്റവും വലിയ ഉത്കണ്ഠ എന്താണെന്ന് വെച്ചാൽ, എന്നെ കാണാൻ കൊള്ളാഞ്ഞിട്ടാണോ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഞാനൊരു മോശമായ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണോ? ഇനി എൻ്റെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ? ചില ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരുടെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞിട്ട് വരെയുണ്ട്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭാര്യയല്ല നീ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള അടുപ്പവും ഇല്ല എന്ന് വരെ ഭാര്യയെടുത്ത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, ഭാര്യ ഇരിക്കുന്ന സമയത്ത് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധത്തിന് പോയ ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കഥകൾ പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രവൃത്തിയും നിങ്ങളുടെ സൗന്ദര്യവുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിന് ഇതിനുമായിട്ട് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ആ പെൺകുട്ടി വളരെ ബ്യൂട്ടിഫുള്ളായ പെൺകുട്ടിയാണ്. അതായത് ഇവൻ തമന്നയെ പോലെയൊക്കെ ഇരിക്കും, അത്ര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ അവൾ ഓൾറെഡി നല്ല ജോബൊക്കെ ഉണ്ട്, വെൽ സെറ്റിൽഡ് ആണ്, എല്ലാം ഉണ്ട് അവൾക്ക്. നല്ല ഗവൺമെൻറ് ജോബ്, നല്ല വെൽ സെറ്റിൽഡ്, സൗന്ദര്യം എല്ലാം ഉണ്ട്. പക്ഷേ അവളും അവളുടെ ഹസ്ബൻഡും അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. വർഷങ്ങളോളം പ്രണയിച്ച് കല്യാണം കഴിച്ചാണ്. അവൻ ഈ പറയുന്ന ഈ രീതിയിലാണ് ഈ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. അവൾ പറയുന്നത്, വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള അടുപ്പവുമില്ല, ഞങ്ങൾ തമ്മിൽ ഒരു തരത്തിലുള്ള ഇൻറ്റിമസിയും ഇല്ല, അവന് എന്നെ കാണാൻ പോലും വരാറില്ല, രണ്ട് സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഞങ്ങൾ അടിയാണ്, വഴക്കാണ്. എന്നിട്ട് എന്നും ഈ കുട്ടി കരയാണ്. എപ്പോഴൊക്കെ എന്നോട് സംസാരിക്കും അപ്പോഴൊക്കെ കരയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, അവൾ ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു കുട്ടിയുണ്ട്, പക്ഷേ ഇപ്പോഴും അന്ന് കോളേജിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അത്ര ബ്യൂട്ടിഫുള്ളാണ് അവൾ ഇപ്പോഴും. പക്ഷേ ഇപ്പോഴും അവൾ ആ ഒരു ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞ് അവൾ വിഷമിക്കുകയാണ്. അതേപോലെ എൻ്റെ മറ്റൊരു കൂട്ടുകാരി, അവളും വിദേശത്താണ് അവർ സെറ്റിൽഡ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പെൺകുട്ടി, വളരെ ബ്യൂട്ടിഫുൾ. അവളുടെ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു തരത്തിലുള്ള അടുപ്പവുമില്ല. അതുകൂടാതെ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ട്. ആ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും വരെ ഈ കുട്ടി കണ്ടിട്ടുണ്ട്. അങ്ങനെ തരത്തിലുള്ള ഒരുപാട് ആൾക്കാർ. ഇനി ഇതൊന്നും അല്ലാതെ നമ്മളുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ എത്രയോ പേരുടെ ലൈഫ് കണ്ടിട്ടുണ്ട്. ഈവൻ ഞാൻ ഈ പറഞ്ഞ തമന്നയുടെ എക്സാമ്പിൾ, തമന്ന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർ റിലേഷൻഷിപ്പിലായിരുന്നു. അവരുടെ
ആ എന്താണ് റിലേഷൻഷിപ്പിലായിട്ട് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അവളുടെ ഫ്രണ്ട്സും ഇവർ വിവാഹം കഴിക്കാൻ പോകുന്ന അദ്ദേഹവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ വളരെ അടുത്തൊരു ഫ്രണ്ടുമായിട്ട് ഈ തമന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ റിലേഷൻഷിപ്പിലായി. പിന്നെ അവരിപ്പോൾ റിലേഷൻഷിപ്പിലാണ്. തമന്നെ ഇത് ബ്രേക്കപ്പ് ആയിട്ട് പോയി. അതേപോലെ ഐശ്വര്യ റായുടെ ലൈഫ് നമ്മൾ കണ്ടതാണ്. ജയാ ബച്ചൻ്റെ ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. അതേപോലെ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് സുന്ദരികളായ സ്ത്രീകൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സൗന്ദര്യവും ഇത്തരത്തിലുള്ള പെരുമാറ്റവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. നിങ്ങൾക്ക് സൗന്ദര്യം കുറഞ്ഞതുകൊണ്ടല്ല നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് പോലെ കണക്കാക്കുന്ന നിങ്ങളുടെ കാമുകൻ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ ഇങ്ങനെയുള്ളൊരു ബിഹേവിയർ കാണിക്കാനുള്ള റീസൺ. ഇനി എന്താണ് റീസൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണുങ്ങളുടെ ഒരു നേച്ചറാണ്, അവരുടെ പുരുഷന്മാരുടെ ഒരു നേച്ചർ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രാതീത കാലം മുതലേ ഹണ്ടേഴ്സാണ്. ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേട്ടക്കാരന്മാരാണ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഈ ഗുഹ മനുഷ്യരൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് പുരുഷന്മാരാണ് വേട്ടയ്ക്ക് പോകുന്നത്. വേട്ടയ്ക്ക് പോയി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിന് ഭക്ഷണമാക്കി കൊണ്ടുവരും. വീട്ടിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? പാചകമൊക്കെ ചെയ്ത് കുടുംബത്തിന് കൊടുക്കും. അങ്ങനെയായിരുന്നു വർഷങ്ങളോളം നടന്നു പോയിരുന്നത്. അപ്പോൾ ആ ജീനാണ് ഇപ്പോഴും നമ്മളുടെ ശരീരത്തിലൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ലേഡീസ് വളരെ പ്രൊവൈഡേഴ്സ്. നമ്മൾ പ്രകൃതിയാണ്, നമ്മൾ അമ്മയാണ്, സ്നേഹമാണ്, പ്രൊവൈഡേഴ്സാണ്. നമ്മളെല്ലാവരെയും കെയർ ചെയ്യാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യാനും ഉള്ള ആ ഒരു എനർജിയാണ് നമ്മളുടെ എനർജി, ഫെമിനിൻ എനർജി. പക്ഷേ ആണുങ്ങൾ എന്ന് പറയുന്ന അവർ മാസ്കുലിൻ എനർജിയാണ്. അവർ ഹണ്ടേഴ്സാണ്. അവർക്കൊരു കാര്യം, അവരാഗ്രഹിക്കുന്ന കാര്യത്തെ അവർ ചേസ് ചെയ്ത് പിടിച്ച് കൊണ്ടുവന്ന് അവർക്ക് അത് അങ്ങനെ ചേസ് ചെയ്ത് പിടിക്കുന്നതാണ് വർഷങ്ങളോളം അവർ ചെയ്തിരുന്നത്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ആ ജീനാണ് ഇപ്പോഴും ഉള്ളത്. പ്രൊട്ടക്റ്റേഴ്സാണ് അവർ. ഫാമിലീനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നവർ, അതുപോലെ ചേസ് ചെയ്ത് കാര്യങ്ങളെ നേടിയെടുക്കുന്നവർ. അതാണ് അവരുടെ ജീൻ. ആ ജീനിൽ ഇപ്പോഴും ആ ജീനാണ് അവരുടെ ശരീരത്തിൽ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ ഒരു സംഭവമാണ് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ മെയിനായിട്ട് വില്ലനായിട്ട് വരുന്നത്. അത് അവരുടെ കുറ്റമല്ല. അതായത് പുരുഷന്മാരുടെ കുറ്റമോ അവരുടെ ഒരു പ്രശ്നമോ ഒന്നുമല്ല ഇത് എനിക്കറിയാവുന്ന 99% ലേഡീസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. എന്നാൽ ജോലിയുള്ള വെൽ സെറ്റിൽഡായ വളരെ ബ്യൂട്ടിഫുള്ളായ ഗേൾസും ഇത് അനുഭവിക്കുന്നുണ്ട്. സാധാരണക്കാരായ വീട്ടമ്മമാരും അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത, ജോലിയില്ലാത്ത, വീട്ടിലെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം ജീവിക്കുന്ന. അപ്പോൾ അവർ വിചാരിക്കും, എനിക്കിതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടാണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്, ഞാൻ ആരുമില്ലാത്തവളായതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അങ്ങനെയുള്ള ലേഡീസ് വിചാരിക്കും. പക്ഷേ ശരിക്കും ജോലിയും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും ഇതേ അവഗണന അനുഭവിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അപ്പോൾ 99% ആൾക്കാരും ഇതേ എക്സ്പീരിയൻസോടെ കടന്നു പോകുന്ന വളരെ ലക്കി ആയിട്ടുള്ള ഒരു 1% ആൾക്കാരുണ്ട്. അവരെയും വളരെ 1% ഞാനിതുവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ. വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന, ഹസ്ബൻഡ് അവരെ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന. അതിനും ഒരു റീസൺ ഉണ്ട്. അതായത് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതിന് കാരണം അവരുടെ മോശം സ്വഭാവമൊന്നുമല്ല. ഓക്കെ, അത് അവരുടെ കുഴപ്പമല്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതായത് ലേഡീസ് കാരണമാണ്. നമ്മൾ സ്ത്രീകളുടെ പെരുമാറ്റം കൊണ്ടാണ് അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. അതിനി എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ ചേർത്താണ് ഞാൻ പറയുന്നത്. കാരണം ഞാനും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് ഇങ്ങനെയല്ല, ഇങ്ങനെയൊന്നും അല്ലടാ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. സോ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് അവർക്ക് ഹണ്ടേഴ്സാണ്. അവർക്ക് എന്തിനേയും അവരാഗ്രഹിക്കുന്ന അവരൊരു കാര്യത്തെ ആഗ്രഹിക്കണമെങ്കിൽ, ഒരു കാര്യത്തോട് അവർക്ക് അഭിനിവേശം വേണമെങ്കിൽ, അട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ദൂരത്തായിരിക്കണം അത്. പിന്നെ അവർ അതിന് എഫേർട്ടിട്ട് കഷ്ടപ്പെട്ട് അതിനെ ചേസ് ചെയ്ത് അതിനെ സ്വന്തമാക്കാനുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാകും. അങ്ങനെ അവരതിനെ കഷ്ടപ്പെട്ട് സ്വന്തമാക്കി കഴിയുമ്പോഴാണ് അവർക്ക് ആനന്ദം വരുന്നത്. മേ ബി കല്യാണത്തിന് മുന്നേ അവരങ്ങനെ ആയിരിക്കും നിങ്ങളെ സ്വന്തമാക്കിയത്. അവർ കല്യാണത്തിന് മുന്നേ നിങ്ങളെ കാണുന്നത് നിങ്ങളെ ഒട്ടും അപ്രാപ്യമല്ലാത്ത വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി, വളരെ ഹാപ്പി, ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുള്ളും ഒക്കെ ആയിട്ടുള്ളൊരു പെൺകുട്ടി, അവരെ കുറേ തവണ ചിലപ്പം നേരിട്ട് കണ്ടു, ഈവൻ അറേഞ്ച് മാരേജ് ആണെങ്കിലും പെണ്ണുങ്ങൾക്ക് കണ്ടു. അതിനുശേഷം അവളെ സ്വന്തമാക്കിയ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ആ ഒരു സ്വന്തമാക്കുന്നോടം വരെ അവർക്ക് ആ ഒരു ത്രിൽ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ആ ജീനൊക്കെ, അവരുടെ മനസ്സും എല്ലാം അത് സന്തോഷിക്കും. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ആ ത്രില്ല് അവസാനിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ ചേസ് ചെയ്യണ്ട എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. കാരണം അവൾ എൻ്റെ സ്വന്തമാണ്. അത് ഇപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം വളരെ ഇതായിട്ട് ആഗ്രഹിച്ച് മേടിച്ച് ഷോക്കേസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനോട് വലിയ താല്പര്യമൊന്നും അതവിടെ ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും പോയി എടുക്കാം. പിന്നെ നമ്മളത് ചിലപ്പം പൊടിയൊക്കെ പിടിച്ച് ക്ലാവ് പിടിച്ച് ഇരിക്കുമായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നോക്കിയാലായി, നോക്കിയില്ലെങ്കിലായി. അതേപോലത്തെ അവസ്ഥ തന്നെയായിരിക്കും മനുഷ്യർക്കും സംഭവിക്കുക. അതായത് ഈ ചേസ് എന്നവസാനിക്കുന്നു. ആ ചേസ്, അതായത് എന്നവരെ ചേസ് ചെയ്ത് നമുക്ക് ആ ഒരു ചലഞ്ച് അല്ലാതെയായി മാറുന്നു, അപ്പം മുതൽ നിങ്ങളോടുള്ള ആ താല്പര്യം അവർക്ക് കുറഞ്ഞു തുടങ്ങും. സ്ത്രീകളുടെ ഒരു ക്യാരക്ടറും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഭാഗം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രൊവൈഡേഴ്സാണ്, സ്നേഹമാണ്, അമ്മയാണ്, പ്രകൃതിയാണ്. നമ്മൾക്ക് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് സ്നേഹിച്ച് കൂടെ നിർത്തി, ഇപ്പോൾ ഭർത്താവിനെ ആണെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ നോക്കാനാണ് നമ്മൾ സ്ത്രീകൾക്ക് ഇഷ്ടം. നമ്മൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. എപ്പോൾ അവർക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അവൈലബിൾ ആയിരിക്കുന്നു. അസുഖം വരുമ്പോൾ നോക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു, ഡ്രസ്സ് തേച്ച് കൊടുക്കുന്നു, ചെരുപ്പ് കഴുകി കൊടുക്കുന്നു, എല്ലാം പാത്രം കഴുകി കൊടുക്കുന്നു, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കാരണം നമ്മളുടെ ഉള്ളിലെ സ്നേഹമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. നമ്മളുടെ കണ്ണിൽ എല്ലാവരും കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ പോലെ എല്ലാവരെയും നോക്കുന്നതായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്നേഹം കാണുമ്പോൾ അവർ നമ്മളെ കൂടുതൽ സ്നേഹിക്കും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണ്, നമ്മളെ കൂടുതൽ സ്നേഹിച്ചാൽ നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ട് സ്നേഹിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് സ്ത്രീകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ, പുരുഷന്മാർക്ക് അങ്ങനെയല്ല. പുരുഷന്മാർ നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഫോക്കേഷനാണ് ഉണ്ടാവുക. അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ഉണ്ടാവുക. നിങ്ങൾ സെൽഫ്ലെസ് ആയിട്ട് കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മേലെയുള്ള അട്രാക്ഷനാണ് അവർക്കില്ലാതെയാവുക. നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആകുമ്പോൾ, എപ്പോഴും അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്തു കൊടുക്കാനും നിങ്ങൾ റെഡി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം അവൾ എപ്പോഴും അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും ഉണ്ട്. എപ്പോഴും ഒരേ കാര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സംഭവത്തിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം ഇല്ലാതെയാവും. ഇപ്പോൾ ബിരിയാണി ഇഷ്ടമാണ്, ഇപ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എന്നും ഞാൻ ബിരിയാണി കഴിക്കുക, ഡെയിലി ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുക. എന്ന് ബിരിയാണി കഴിച്ച് പിന്നെ ബിരിയാണി കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. എനിക്ക് ബിരിയാണി വേണ്ട, എനിക്ക് ബിരിയാണി സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും എന്ന് പറയും. എന്ന് വെച്ചാൽ ബിരിയാണി മോശമായതുകൊണ്ടാണോ? അല്ല. കാരണം എപ്പോഴും കിട്ടി ആ ബിരിയാണിയോട് നമുക്ക് മടുപ്പ് തോന്നും. മടുപ്പാണ് ഉണ്ടാവുക. നമ്മൾ ലേഡീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരേപോലെ ആയിരിക്കും നമ്മൾ ബിഹേവ്. ഈവൻ നമുക്ക് വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ അതേപോലെ തന്നെ കാണിക്കും. നമ്മളതൊക്കെ മറച്ചു വെച്ച് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം സഹിച്ച് എന്നിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ജീവിക്കും. പിന്നെ ഈ ഡിവോഴ്സ് ചെയ്ത് പോകുന്ന ഗേൾസൊക്കെ അത്ര സഹി കെട്ടിട്ടാണ് ഡിവോഴ്സ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള നമ്മളുടെ ക്യാരക്ടറാണ് ഇവരിൽ അട്രാക്ഷൻ ഇല്ലാതാക്കുന്നത്. പക്ഷെ അത് പലപ്പോഴും സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. അതായത് നിങ്ങളുടെ തന്നെ പ്രവർത്തി കൊണ്ടാണ് നിങ്ങളെ അവരിഷ്ടപ്പെടാതിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. സോ എങ്ങനെ വേണം, ഇതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തിനോട് നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടമുണ്ടാവണമെങ്കിൽ നമുക്കവിടെ ഒരു വ്യത്യസ്തത വേണം, അല്ലേ? ഇപ്പോൾ നമ്മുടെ റൂം എന്നും ഒരേപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ബോറടി തോന്നും. നമ്മൾ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി വെക്കുമ്പോൾ ഒരു പുതുമ വരും അവിടെ, അപ്പം നമുക്കൊരു സന്തോഷം വരും. അതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. നമ്മൾ എന്നും ഒരേ ടേസ്റ്റിലുള്ള ഭക്ഷണം പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടം? പെട്ടെന്നൊരു വെറൈറ്റി ടേസ്റ്റ്, വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ല, വേറൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആണ് ആ ഫുഡിന്. അപ്പോൾ അതിനോട് നമുക്കൊരു ഇഷ്ടം തോന്നും. അതുപോലെ വല്ലപ്പോഴും മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനോട് കൂടുതൽ അട്രാക്ഷനും തോന്നും. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു സ്നേഹം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു പുതുമ ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അവൈലബിലിറ്റി, അതായത് നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് ഓൾവേസ് അവൈലബിൾ ആകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോടുള്ള വാല്യൂ പതുക്കെ കുറയും.
അതുപോലെ നിങ്ങൾ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടുവാണ്. അത്രയ്ക്ക് സ്നേഹമൊന്നും അവർക്ക് ആവശ്യമില്ല. ആക്ച്വലി അവർക്ക് ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യും എപ്പോഴും ഈ സ്നേഹം. എപ്പോഴും നമ്മളെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ ആകുമ്പോഴും വിളിച്ചോണ്ട് എവിടെയാ, ഭക്ഷണം കഴിച്ചോ, എത്തിയോ, പോയോ, വന്നോ, അപ്പോഴും എപ്പോഴും നമ്മളുടെ ഒരു പ്രസൻസ് അവരിൽ ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അവർക്കൊരു തരം ഇത് ഇച്ചിരി നേരം ഒന്ന് ശ്വാസം കിട്ടിയാൽ മതി എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കും നമ്മൾ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾക്കത് നമ്മളുടെ വേ ഓഫ് ലവ് ആണിത്. നമ്മൾ അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. നമ്മളെപ്പോഴും സ്നേഹിക്കുകയും കൂടെ നിൽക്കുകയും. പക്ഷെ ഒരുപാട് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കും മടുക്കും അല്ലേ? അങ്ങനത്തെ ആരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കും അയ്യോ എപ്പോഴും എന്താ ഇങ്ങനെ ശ്വാസം പൊട്ടിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറാണ്. ഇപ്പോൾ നിങ്ങളെ ഫുൾ ടൈം ഇങ്ങനെ സ്നേഹിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടും. എനിക്ക് ഇച്ചിരി കുറച്ചൊരു സ്പേസ് വേണം എന്ന് നമുക്കും തോന്നും. അപ്പോൾ പക്ഷെ പുരുഷന്മാർക്ക് അത് കൂടുതലായിട്ട് തോന്നും. അവർ കുറച്ചും കൂടെ അവരിഷ്ടപ്പെടുന്ന കാര്യം സമാധാനവും ഫ്രീഡവുമാണ്. സോ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ റിലേഷൻഷിപ്പിലായി കഴിയുമ്പോഴത്തേക്കും നമ്മളെ തന്നെ അങ്ങ് മറക്കും. നമ്മളിവനെ ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇയാളാണ് എൻ്റെ ലോകം, ഇയാൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ഇയാൾ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ കൊക്കേന്നെടുത്ത് ചാടും. ആ അവസ്ഥയിലാണ്. അതാണ് നമ്മുടെ സ്നേഹം പീക്ക് ലെവലിലാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഓവറായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഓവറായിട്ട് കെയർ ചെയ്യുമ്പോഴത്തേക്കും ഒന്നാമത് അവർക്ക് മടുക്കും. അവർ ഭയങ്കര സഫോക്കേറ്റഡ് ആകും. പിന്നെ അവർക്ക് നിങ്ങളോടുള്ള വാല്യൂ ഇല്ലാതായി മാറും. നമ്മൾക്കൊരു കാര്യത്തിനോട് വാല്യൂ ഉണ്ടാവണമെങ്കിൽ എന്താണ് വേണ്ടത്? അത് നമുക്ക് റെയറായിട്ട് മാത്രം കിട്ടുന്നൊരു കാര്യമായിരിക്കണം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ്, അത് നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും കൊണ്ടുവന്നു, അത് വിദേശത്തുനിന്ന് കൊണ്ടുവന്നാണ്, വളരെ റെയറായിട്ട് കിട്ടുന്ന, അത് ഒരു ചെറിയൊരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അതും തന്നെ എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു പീസ് മുറിച്ചാണ് കിട്ടുക. എന്നിട്ട് ആ ഒരു കുഞ്ഞു പീസ് നിങ്ങൾ കഴിക്കുമ്പോൾ അതിന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം അത് വളരെ റെയറാണ്. ഇനി കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ. കാരണം അത്ര റെയറായിട്ടുള്ളൊരു സംഭവമാണ്. അത് വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത്ര കുറച്ച് കിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ടേസ്റ്റും 10 മടങ്ങ് കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പകരം ഈ ചോക്ലേറ്റ് എന്നും നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഇന്നൊരു വലിയ പീസ് കിട്ടി, നാളെയും വലിയ പീസ് കിട്ടി, ഇന്നും കഴിക്കണം, നാളെയും കഴിക്കണം, മറ്റന്നാൾ എന്നും ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചോക്ലേറ്റ് വെറുത്തു. ഇതേ ഒരു തിയറിയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ കാര്യത്തിലും. ഡെയിലി നിങ്ങൾ ഓവർ ഡോസേജ് ഓഫ് സ്നേഹം ഇങ്ങനെ കുത്തി നിറച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർക്ക് മടുക്കും. അതേപോലെ ഈ സെൽഫ്ലെസ് ആയിട്ടങ്ങ് ജീവിക്കും സ്ത്രീകൾ. അതായത് അവരുടെ ഹെൽത്ത് നോക്കില്ല, അവരുടെ ബ്യൂട്ടി നോക്കത്തില്ല, അവരുടെ അപ്പിയറൻസിനെ പറ്റി ബോധമില്ല. ഓൺലി ഇവരുടെ പാർട്ട്ണറുടെ കാര്യം മാത്രം. പാർട്ട്ണർ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യിപ്പിക്കാം, അവരെ എങ്ങനെ നല്ലതാക്കാം, നല്ലപോലെ ഫുഡ് കൊടുക്കാം, അവരെ എങ്ങനെ ഹാപ്പിയാക്കി വെക്കാം എന്നത് മാത്രമായിരിക്കും നമ്മളുടെ പ്രയോറിറ്റി. പകരം നമ്മൾ ഹാപ്പിയാണോ, നമ്മളുടെ ബോഡി എങ്ങനെയാണ് ഇരിക്കണേ, നമ്മളുടെ സ്കിൻ എങ്ങനെയാണ്, ഹെയർ എങ്ങനെയാണ്, നമ്മളുടെ അപ്പിയറൻസ് എങ്ങനെയാണ്, ഇതൊന്നും നമ്മൾ ബോധയുടെ അല്ലായിരിക്കും. കാരണം നമ്മൾ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ജീവിതം എന്തിന്, ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ആണുങ്ങൾക്ക് ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലുള്ള, കാരണം അവരുടെ കണ്ണുകൾ കൊണ്ടാണ് അവർ കൂടുതലും അട്രാക്റ്റഡ് ആവുന്നത്. പക്ഷേ സ്ത്രീകൾ മറിച്ച് സ്വഭാവത്തിലാണ്. അതായത് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് സ്ത്രീകൾ സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിനെ കെയർ ചെയ്യാതിരിക്കുമ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളോടുള്ള ഇഷ്ടം കുറയും. ഇനി ഇതെങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ആദ്യം മനസ്സിലാക്കേണ്ടത്, സ്വയം സ്നേഹിക്കുന്ന ഒരുവനെ മാത്രമേ മറ്റൊരാൾക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് തന്നെ, ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ്, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയില്ല, നിങ്ങളെ തന്നെ സ്നേഹമില്ല, നിങ്ങൾ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇപ്പോൾ എന്നോട് സംസാരിച്ച മിക്ക ആൾക്കാരും ഞാൻ നോട്ടീസ് ചെയ്ത കോമൺ തിങ് ഇസ് അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം, അവൾ കോളേജ് ബ്യൂട്ടി ആയിരുന്നു. അന്ന് ആ ഒരു കോളേജിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അന്ന് അവളുടെ ക്യാരക്ടർ വേറെ ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വർഷങ്ങളോളം ഈ ഒരു അപമാനവും ഈ ഒരു ഇൻസൾട്ടും അവോയ്ഡിങ് കിട്ടി അവളുടെ കോൺഫിഡൻസ് ഒക്കെ അവൾ സംസാരിക്കുന്നതൊക്കെ തന്നെ വളരെ ഒരു ഭയങ്കര ലോ എനർജിയിലാണ്. അപ്പം ഞാനവളുടെ നീ എന്താ ഇങ്ങനെ ചേഞ്ച് ആയോ, വാട്ട് ഹാപ്പൻ ടു വൈ യു ആർ ലൈക്ക് ദിസ്, എന്താ നിനക്ക് കിട്ടി? അപ്പോൾ ആണോ ഞാൻ ഒത്തിരി ചേഞ്ച് ആയോ? അപ്പം ഞാൻ പറഞ്ഞു, നീ ഇങ്ങനൊന്നും അല്ല, നീ ഇങ്ങനെയല്ല, നീ ഒരുപാട് ചേഞ്ച് ആയിപ്പോയി. കാരണം അവളുടെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇപ്പം ലോ ലെവലിലാണ്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ കാമുകൻ നമ്മളെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കും, നമുക്കൊരു ഇമ്പോർട്ടൻസ് ഒന്നും തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് തകരും.
നമ്മൾക്ക് ഒരു വാല്യൂ ഇല്ലയെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അത് നമ്മുടെ കുറ്റമൊന്നുമല്ല. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അവർ നമ്മളെ അഡ്മയർ ചെയ്യണം. നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അഡ്മയർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരെ അഡ്മയർ ചെയ്താലും നമുക്കതൊന്നും വാല്യുബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഏറ്റവും ലോ എനർജിയിലാണ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ ഏറ്റവും ലോ ലെവലിലാണ് ഞാൻ ഈ സംസാരിച്ച മിക്ക ആൾക്കാരും എനിക്ക് ഫീൽ ചെയ്തത്. ഈ സംസാരിച്ച ആൾക്കാരെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സൗന്ദര്യമോ സ്വത്തോ മിക്ക ആൾക്കാരും ജോലിയോ ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ ക്രൈറ്റീരിയ. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ ലവ്, ഓവർ കെയർ, ഓവർ ഷെയറിങ് ഒക്കെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതേ രീതിയിൽ നിങ്ങളെ സ്നേഹിക്കുക. അതായത് എൻ്റെ പാർട്ട്ണർ എന്നെ ഇങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കില്ലേ? അതേപോലെ നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുക, നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റുകൾ കൊടുക്കുക. കണ്ണാടി നോക്കിയിട്ട് നീ എത്ര ബ്യൂട്ടിഫുള്ളാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, നീ എൻ്റെ ചക്കരയല്ലേ, മുത്തല്ലേ എന്നൊക്കെ സ്വയം പറയുക, സ്വയം കെട്ടിപ്പിടിക്കുക, സ്വയം സ്നേഹിച്ച് തുടങ്ങുക. നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെയും ഹഗ് ചെയ്യുക. അതാണ് എൻ്റെ ബ്യൂട്ടി, അതാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കുറവാണ് എൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്നൊക്കെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങളെ കൂട്ടി പുറത്തു പോവുക, നിങ്ങളെ തന്നെ കൂട്ടി നിങ്ങൾ ഫുഡ് വാങ്ങിക്കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഒരു പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ സ്നേഹവും നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആകുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ടോക്സിക് ആണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ സെൽഫ്ലെസ് ആകുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളൊക്കെ നടന്നു പോകുന്നത്. സെൽഫ്ലെസ് ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുക? നിങ്ങൾക്ക് വേറൊന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുക. പക്ഷെ അവർ ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. അവർക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും നിങ്ങളെ മടുക്കും. സോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല പിന്നെ വേറൊരാൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുമോ? ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആൾ, ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളാണ്. നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ട്, നിങ്ങളുടെ പ്രസൻസിന് വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ വാല്യൂ നിങ്ങൾക്ക് കൊടുക്കുക. പതുക്കെ ചുറ്റുമുള്ളവർക്ക് അത് മനസ്സിലാവും. അതനുസരിച്ച് അവർ ബിഹേവ് ചെയ്യും. നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ട്, നിങ്ങളുടെ പ്രസൻസിന് വാല്യൂ ഉണ്ട്, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനും കെയറിനും എല്ലാത്തിനും വാല്യൂ ഉണ്ട്. അല്ലാതെ എപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഫ്രീ സംഭവമായിട്ട് നിങ്ങളുടെ സ്നേഹം എന്ന് മാറുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതായി മാറും ഇവരുടെയൊക്കെ ലൈഫിൽ. അത് മനസ്സിലാക്കുക. വരയിട്ടിട്ട് നിങ്ങൾ എഴുതി വെച്ചോ. ഇത് എന്താ പറയുന്നത്, എത്ര കാലം കഴിഞ്ഞ് നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നിങ്ങൾ ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് അകന്നു പോകും. മേ ബി നിങ്ങളുടെ പ്ലേസ് മറ്റൊരാൾ വന്നിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്നേഹിക്കാനുണ്ടായിരുന്ന ഒരു റീസൺ എന്താണ്? അവൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഹാപ്പിയാണ്, എപ്പോഴും വളരെ ബബ്ലിയാണ്, അങ്ങനെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടി, അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ് ഇവർ കാണുന്നത്. കല്യാണം കഴിച്ച് വരുമ്പോഴത്തേക്കും ആ ഓര അങ്ങ് മാറിയിട്ട് വേറെ ഒരു സംഭവമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വേലക്കാരിയെ പോലെയൊക്കെ ഇങ്ങനെ. പിന്നെ ഇവരിങ്ങനെ സ്നേഹം കാണിക്കാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെ സങ്കടമാവും, കരച്ചിലാകും, പദം പറയും, നമ്മൾ വഴക്കുണ്ടാക്കും, ഇഷ്യൂ ഉണ്ടാക്കും, ദേഷ്യപ്പെടും. ഈ സ്നേഹം കിട്ടാതാകുമ്പോൾ നമ്മൾ മനുഷ്യരല്ലാതായി മാറും. വല്ലാത്തൊരു തരം ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകും. അതൊക്കെ ഇവരിൽ അട്രാക്ഷൻ കുറയ്ക്കും. മനസ്സിലാക്കേണ്ട കാര്യം, സ്ത്രീകളുടെ വിചാരം, ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തിരുത്താം എന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ തിരുത്താൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് തിരുത്താൻ പറ്റുന്ന ആൾക്കാരല്ല പുരുഷന്മാർ. അവർക്കത് ഫീൽ ചെയ്യണമെങ്കിൽ, അവർക്ക് തിരുത്തണമെന്ന് തോന്നണമെങ്കിൽ അവരുടെ ഉള്ളിൽ അത് ഫീൽ ചെയ്യണം. തിരുത്തണം എന്നവർക്ക് തോന്നും. നിങ്ങൾ എത്ര കുത്തിയിരുന്ന് പറഞ്ഞാലും, നിങ്ങൾ വർഷങ്ങളോളം ഇരുന്ന് പറഞ്ഞാലും, നിങ്ങൾ പിണങ്ങിയിരുന്നാലും, നിങ്ങൾ വഴക്കുണ്ടാക്കിയാലും കരഞ്ഞാലും ഒന്നും ഇവരുടെ തലയിൽ കയറില്ല. ഇവരുടെ തലയിൽ കയറണമെങ്കിൽ അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ അത് ഫീൽ ചെയ്യണം. ഇനി അതെങ്ങനെ ഫീൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം എന്താണ്? സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ്. നിങ്ങൾ വാല്യുബിൾ ആണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ, നമ്മളെന്താ പറയുക, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്നാലും എന്നെ സ്നേഹിക്കും, നിങ്ങൾ എന്നെ അന്ന് അവിടെ കൊണ്ടുപോയില്ലല്ലോ, നിങ്ങൾ ഇത്രയെങ്കിലും സ്നേഹം കാണിക്കണം, എൻ്റെ ലൈഫ് എത്ര ബ്യൂട്ടിഫുള്ളാണ്, ബാക്കിയുള്ളവരുടെ ഹസ്ബൻഡ്സാണ് അവരെങ്ങനെ സ്നേഹിക്കുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കുറച്ച് കഴിയുമ്പം നിങ്ങൾ അവർക്കൊരു ശല്യമായി മാറും.
ഇനി ഇന്ന് വീട്ടിൽ പോകാൻ വയ്യ, ചെന്ന് കഴിഞ്ഞാൽ അവളുടെ പരാതി കേൾക്കണം, അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ നേരത്തെ ഞാൻ പോകണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെ കൂടി ഇരിക്കും. സോ ഫസ്റ്റ് മനസ്സിലാക്കി ഈ നാഗിങ് ഉണ്ടല്ലോ, ഇതേപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കരയുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ഒന്നും ഒരു രീതിയിലും നടപ്പാവുന്ന കേസല്ല. നടപ്പാവണമെങ്കിൽ എന്താ, അവർക്ക് ഫീൽ ചെയ്യണം. എന്ത് ഫീൽ ചെയ്യണം? നിങ്ങളുടെ വാല്യൂ ഫീൽ ചെയ്യണം. എങ്ങനെയാണ് നിങ്ങളുടെ വാല്യൂ ഫീൽ ചെയ്യുക? നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും നിങ്ങളുടെ പ്രസൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഫീൽ ചെയ്യുക? അതവർക്ക് കിട്ടാതിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ ഫീൽ ചെയ്യുക. അത് ഞാൻ നിങ്ങളങ്ങനെ ചെയ്തുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയുന്നത്. ടോട്ടലി നിങ്ങളുടെ എനർജി ആ ഒരു വശത്തേക്ക് പോകാതെ പിടിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് ലവ് എന്ന് പറയുന്നത് എല്ലാം ഒരു എനർജിയാണ്. നിങ്ങളിപ്പോൾ അദ്ദേഹത്തിനോട് മാസങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ആളെന്ന് വിചാരിച്ചോ, മാസങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കും, ഒരു കൂരയ്ക്ക് കീഴെയാണ്, മേ ബി ഒരു റൂമിലാണ് കിടന്നുറങ്ങും, എന്നാലും നിങ്ങൾ പരസ്പരം മിണ്ടുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ അദ്ദേഹത്തിനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അയാളെപ്പറ്റി ചിന്തിക്കും, ഇന്നും എന്നോട് മിണ്ടിയില്ലല്ലോ, എന്നോട് ഒട്ടും സ്നേഹമില്ലല്ലോ, എന്നെ ഇന്ന് ഓർത്തിട്ടുണ്ടാവുമോ, പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കണേ, ഞാൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണേ, എന്നെ സ്നേഹിക്കണം. പിന്നെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യും. അദ്ദേഹം വീണ്ടും എൻ്റെ അടുത്തേക്ക് എൻ്റെ മാത്രമായിട്ട് എനിക്ക് കിട്ടണം, എന്നെ ഇങ്ങനെ സ്നേഹിക്കണം, അങ്ങനെ സ്നേഹിക്കണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി ഓവർ തിങ്ക് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എനർജി അവിടെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും, അദ്ദേഹത്തിന് ആ എനർജി കിട്ടും എന്നുള്ളതാണ്. ആ എനർജി നിങ്ങൾ പരസ്പരം മിണ്ടുന്നില്ലെങ്കിൽ പോലും ആ എനർജി കൈമാറ്റം അവിടെ നടക്കപ്പെടുന്നുണ്ട്. സോ നിങ്ങൾ പിണങ്ങിയിരുന്നാലും എങ്ങനെ ഇരുന്നാലും, ഇവൻ എത്ര ദൂരത്തിരുന്ന് പിണങ്ങിയിരുന്നാൽ പോലും ആ എനർജി അവിടെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങളുടെ ആ എനർജി ഇങ്ങനെ ഒഴുകുന്നത് സ്റ്റോപ്പ് ചെയ്യാം. എന്തിനാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇത്രയും കാലം എനർജി ഒഴുക്കിയിട്ടും എനിക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ല, സങ്കടവും വിഷമങ്ങളും അല്ലാതെ. സോ ഐ ആം ടേക്കിംഗ് ബാക്ക് മൈ എനർജി. നിങ്ങൾ ആ എനർജി നിങ്ങളിലേക്ക് തിരിച്ചെടുക്കുക. ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. അതായത് ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് അയ്യോ അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പഴയകാലം ഇങ്ങനെ, ഇതൊക്കെ ചിന്തിക്കുമ്പോഴും എനർജി ക്രിയേറ്റ് ചെയ്യും. ഏത് സെക്കൻഡിൽ നിങ്ങൾക്ക് ആ എനർജി സ്റ്റോപ്പായി എന്ന് അദ്ദേഹത്തിന് അവിടെ ഫീൽ ചെയ്യുന്നോ അവിടെ ഒരു എനർജി വാക്വം ക്രിയേറ്റ് ആവും. ആ വാക്വം അവിടെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ പ്രസൻസിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാവുള്ളൂ. അത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ പറഞ്ഞ നല്ല സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ നിങ്ങൾക്കൊരു പാർട്ട്ണറുടെ ആവശ്യമില്ല. ഉണ്ടെങ്കിൽ നല്ലത്, ഒരാൾ ഉണ്ട് എന്നാണ് നല്ലത്. ഇപ്പോൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാണല്ലോ. അപ്പോൾ ആരുമില്ല, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, പക്ഷേ എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവുക, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ഇത്രയും കാലം നാട്ടിലുള്ളവർക്ക് വേണ്ടി എല്ലാം ജീവിച്ചല്ലോ, എല്ലാ ബന്ധുക്കൾക്കും മക്കൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ജീവിച്ചു. ഇനി കുറച്ചു കാലം എനിക്ക് വേണ്ടി ജീവിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ടോട്ടലി ഇതുവരെ നിങ്ങൾ ആരുടെ മേലെയാണോ ഒബ്സസ്ഡ് ആയിരുന്നത് ആ എനർജി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. എനിക്ക് വേണ്ട, എന്നെ സ്നേഹിക്കാത്ത ആ ആളെ എനിക്ക് വേണ്ട എന്ന് മനസ്സുകൊണ്ട് പറയുക കേട്ടോ. നേരെ അയാളുടെ മുഖത്തേക്ക് പറയണമെന്നല്ല പറയുന്നത്. മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ, വേണ്ട, എനിക്കിത് വേണ്ട, എന്നെ സ്നേഹിക്കാത്ത ആൾ എനിക്ക് വേണ്ട, എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്, അദ്ദേഹം സ്നേഹിക്കാതിരിക്കുക എന്തോ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ, എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്, ഞാനിനി മുതൽ ഡിറ്റാച്ച്ഡാണ്. അദ്ദേഹം മിണ്ടിയില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും എന്ന് എനിക്കൊരു കുഴപ്പമില്ല. ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു, ഇനി ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല, എനിക്ക് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ടോട്ടലി അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. ഡിറ്റാച്ച്ഡ് ആകുമ്പോഴത്തേക്കും വിത്തിൻ അവേഴ്സ് അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഗ്രൂപ്പ് നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചപ്പോഴും ഞാൻ ഈ കഥ പറഞ്ഞിരുന്നു. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഇതേപോലെ എൻ്റെ അടുത്ത് ഈ ഒരു വിഷമം പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ചെയ്യണം ടോട്ടൽ. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് തന്നെ അവന് ഓക്കെ, ഞാൻ ടോട്ടലി ഡിറ്റാച്ച്ഡ് ആണ്, ഞാൻ ഇനി ഒന്നും ഞാൻ ചോദിക്കത്തില്ല, പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അപ്പോൾ ആ പറയുന്ന കേൾക്കുമ്പോൾ എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഇനി ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കത്തുള്ളൂ, എൻ്റെ കാര്യം മാത്രമേ ആക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി എന്ത് ചെയ്തു,
സ്റ്റോപ്പ് ചെയ്യുക എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഫോൺ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ എന്ത് പറ്റി എന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോഴത്തേക്കും കുട്ടി പറയണത് എന്താ വെച്ചാൽ, അതായത് ഈ കുട്ടിയുടെ ഹസ്ബൻഡ്, ഇവർ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. ഇറങ്ങിയപ്പോഴത്തേക്കും ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചപ്പോൾ, എനിക്ക് ആരുമില്ല, എനിക്ക് ഒന്നുമില്ല, ഞാനാകെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ എപ്പോഴും നിന്നെ വേദനിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ, എനിക്കറിയാം, നീ വേണമെങ്കിൽ എന്നെ ഇട്ടിട്ട് പൊക്കോ, കുഴപ്പമില്ല, നീ വേണമെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ച് പൊക്കോ, ഞാൻ നിനക്ക് ഒരിക്കൽ പോലും സ്നേഹം തന്നിട്ടില്ല, ഞാൻ സ്നേഹിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പോലും. അപ്പം ഞാൻ ആ കുട്ടിയെടുത്ത് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇല്ല, അങ്ങനെ ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജീവിക്കുകയാണോ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാ കുട്ടി. ഞാൻ പറഞ്ഞു, ശരിക്കും നീ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്, നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് പൊക്കോ എന്ന് പറയുമ്പം ഓക്കെ എന്ന് പറഞ്ഞാൽ അകത്തോട്ടങ്ങ് കയറി പോകണമായിരുന്നു. കാരണം അദ്ദേഹത്തിന് അപ്പം ആ ഒരു ഫീൽ ഉണ്ടാകാൻ കാരണം എന്താണ്, അദ്ദേഹത്തിനോട് ആ കുട്ടി സംസാരിച്ചു പോലുമില്ല, പക്ഷേ അവിടെ ആ എനർജി വാക്വം അദ്ദേഹത്തിനവിടെ ഫീൽ ചെയ്തു. ആ കുട്ടി ഡിറ്റാച്ച്ഡ് ആകാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ, ഇത്രയും വർഷം 10 വർഷമോ 15 വർഷമോ കണ്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ്. 15 വർഷത്തോളമായിട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണ്. ഇത്രയും വർഷം കിട്ടിക്കൊണ്ടിരുന്ന എനർജി സഡൻലി സ്റ്റോപ്പായപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ആരും ഇല്ലാത്തതായിട്ടും പെട്ടെന്ന് അവിടെ ഒരു വാക്വം അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അപ്പോഴാണ് ആ പെൺകുട്ടി ഇത്രയും നാൾ എന്നെ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്. നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് പൊക്കോ എന്ന് അദ്ദേഹം പറഞ്ഞതിനർത്ഥം നിന്നെ ഡിവോഴ്സ് ചെയ്ത് പൊക്കോ എന്നല്ല. അങ്ങനെ പറയുമ്പോൾ അവൾ പറയുമല്ലോ, ഇല്ല എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമല്ലോ. ആ പറയുന്ന കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു സമാധാനം, ഇല്ല അവളെവിടെയും പോയിട്ടില്ല, അവൾ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഡയലോഗ് അടിച്ചത്. പക്ഷെ അവളപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു, ശരി എന്ന് പറഞ്ഞിട്ട് അകത്തോട്ടം കയറി പോകണമായിരുന്നു. അപ്പോൾ അദ്ദേഹം ആകെ കൺഫ്യൂസ്ഡ് ആവും, എന്താണ് അവൾ അങ്ങനെ പറഞ്ഞത്, അവളിനി ശരിക്കും എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇവൾ ഇതുപോലെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും സ്വന്തം സൗന്ദര്യം ശ്രദ്ധിക്കുകയും ഭയങ്കര അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിനും ഈ ഒരു പേടി വരും. അയ്യോ അതെന്താ, അവളിൽ നിന്ന് അകന്നു പോവാണോ, അവളിനി എന്നെ സ്നേഹിക്കുന്നില്ലേ, ഇനി എന്നേക്കാൾ അവളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന രീതിയിലൊക്കെ നിങ്ങളിപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ അവരും ഓവർ തിങ്ക് ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. ടോട്ടലി ഡിറ്റാച്ച്ഡ് ആവുക എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെ കണ്ടാൽ മിണ്ടണ്ട അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ മിണ്ടും, നിങ്ങളുടെ വീട്ടിലുള്ള മറ്റ് ജനങ്ങളെ പോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നു, ബേബി ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ട, സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കണ്ടേ, നിങ്ങളുടെ കാര്യം നോക്കാനായിട്ട് എന്തായാലും ഭർത്താവില്ല, നിങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾ വേണം. നിങ്ങളുടെ കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കും. അതിൽ ഭയങ്കര ആത്മാർത്ഥതയൊന്നുമില്ല, എങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കും, മറ്റുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കും, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആണ്, നിങ്ങൾക്ക് അങ്ങനെ സ്നേഹമോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ആ ഒരു വൈബാണ് അവിടെ കിട്ടേണ്ടത്. അവിടെ കിട്ടിക്കഴിയുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. അവർ പെട്ടെന്ന് ഈ അൺപ്രഡിക്റ്റബിലിറ്റി, അതാണ് റിലേഷൻഷിപ്പിൽ എപ്പോഴും വേണ്ടത്. നമ്മളെപ്പോഴും ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ലാതായി മാറും. അവിടെ അൺപ്രഡിക്റ്റബിൾ ആവണം. അതായത് ഇവള് ഇന്നിപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തു, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അടുത്ത ദിവസം വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും അവളെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരിക്കണം അവൾ ബിഹേവ് ചെയ്യേണ്ടത്. പ്രഡിക്റ്റബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂവേ ഇല്ലാതായി മാറും. അവളിങ്ങനെ, ഇപ്പം ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹസ്ബൻഡ് ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾ, സ്നേഹമൊന്നും കാണിക്കാത്ത ആൾ. അപ്പോൾ സ്ഥിരം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, സ്ഥിരം പുള്ളി ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾ കരയും, വിഷമിക്കും, സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും, വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. സഡൻലി ഒരു ദിവസം പുള്ളി ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, യു ജസ്റ്റ് ഡോണ്ട് കെയർ. ഇങ്ങനെ ബിഹേവ് ചെയ്താൽ പുള്ളി നിങ്ങളെ കേട്ട മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ വല്ല പാട്ടൊക്കെ കേട്ടിരിക്കുന്നു, സിനിമ കാണുന്നു, ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ കാണുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു, സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നു, നിങ്ങളുടെ കാര്യം നോക്കുന്നു. അപ്പോൾ പുള്ളി ടോട്ടലി കൺഫ്യൂസ്ഡും. അതെന്താ ഇങ്ങനെ അല്ലല്ലോ ബിഹേവ് ചെയ്യേണ്ടത്, ഇവളിങ്ങനെ അല്ലല്ലോ, ഞാൻ അങ്ങനെ പറയുമ്പോൾ അവൾ കരയും വിഷമിക്കും, അതെന്താ അവൾക്ക് കരച്ചിൽ വരാത്തത്, അപ്പം ഞാനൊന്നും പറഞ്ഞാൽ അവൾക്ക് കുഴപ്പമില്ലേ, എന്താ അവൾക്ക് ഞാനിപ്പോൾ ആരും അല്ലേ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കും. അപ്പോഴാണ് ആ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവുക. അതായത് എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിൽ, അവർക്ക് ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റവും ഇനി എന്താ അവൾ ചെയ്യുക, ഇനി എന്താ അവൾ പറയുക എന്നുള്ളതെല്ലാം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതെല്ലാം മൊത്തത്തിൽ പൊളിച്ചെഴുതുക, അൺപ്രഡിക്റ്റബിൾ ആകുക. അൺപ്രഡിക്റ്റബിൾ ആകുന്നത് എങ്ങനെയാണ്, നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മളുടെ ദിനചര്യകൾ തന്നെ മാറ്റുക.
ഞാനിപ്പോൾ നമ്മുടെ 7 days ചലഞ്ചിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടുതലും സെൽഫ് കെയർ, സെൽഫ് ലവിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സോ അത് കാണുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് അവളെന്താ ഇപ്പോൾ അവളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്, കൂടുതലായിട്ട് സ്നേഹിക്കാൻ കാരണം എന്താ, എന്തോ ഉണ്ടല്ലോ, അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യും. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ ഇന്ന് 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 ഭയങ്കര മൂടിയായിട്ട്, ഇന്ന് എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അങ്ങനെ ദേഷ്യമോ അങ്ങനെ ഒന്നുമില്ല, വളരെ ഒരു ന്യൂട്രലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ അവൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമാണ്. അതെന്താ അങ്ങനെ, ഇത്രയും കാലം അങ്ങനെ അല്ലല്ലോ. അങ്ങനെ അവരെ കൺഫ്യൂസ് ചെയ്യിക്കണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ. നിങ്ങളൊന്നും ഒന്നും ചെയ്യില്ല, ഒരു രീതിയിലുള്ള കമ്പനി. ഇപ്പോൾ അവർ ചോദിക്കുക എന്താ നിനക്ക്, നീ എന്താ ചേഞ്ച് ആയ പോലെ തോന്നുക. അപ്പോൾ നിങ്ങൾ ഞാനോ ചേഞ്ച് ആയി, എനിക്കെന്താ, നിങ്ങൾക്ക് ചുമ്മാ തോന്നുക എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോവാം. ഒരു കാര്യത്തിലും ഉടനെ പോയിട്ട് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാനിങ്ങനെയൊക്കെ ബിഹേവ്, അങ്ങനെയൊന്നും പോയി പറയരുത്. ഒന്നും പറയണ്ട. ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ് ഔട്ട്. എഫേർട്ട് എടുക്കട്ടെ. ലെറ്റ് ദം ചേസ് യു. ആ തിരിച്ച് ആ പഴയ അവരുടെ ഭാര്യനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കട്ടെ. കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ. അവർ എന്താ പറയുക, അത്ര എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് തന്നെ അവർക്ക് തിരിച്ച് കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവണം. അങ്ങനെ എഫേർട്ട് എടുക്കുമ്പോൾ ആ എഫേർട്ടിലാണ് സ്നേഹം വരിക. നിങ്ങളവിടെ വാക്വം ക്രിയേറ്റ് ചെയ്ത, ഡിറ്റാച്ച്ഡ് ആവുക, വാക്വം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അപ്പം ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ആദ്യം എന്താണ്? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ഒബ്സസ്ഡ് ആവുക, സെൽഫിഷ് ആവുക. അടുത്ത എന്തായിരുന്നു? ഡിറ്റാച്ച്ഡ് ആവുക. ആ ഒരു പേഴ്സണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുക. അതിനുശേഷം എന്ത് ചെയ്യണം? അൺപ്രഡിക്റ്റബിൾ ആവുക. ഇപ്പോൾ ഇത്ര നാൾ നിങ്ങൾ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ, പെട്ടെന്ന് നിങ്ങളുടെ പഴയ ഗേൾസ് ഫ്രണ്ട്സിനെ എല്ലാം കൂടെ കൂട്ടി ഞാനൊരു ട്രിപ്പ് പോവാണ് കേട്ടോ, ഒരു ട്രിപ്പ് പോവുക. അപ്പോൾ പുള്ളി എന്താ ഇവൾക്ക് പറ്റിയത്, ഇവൾക്ക് എന്താ, ഇവളിങ്ങനെ എന്തൊക്കെ ബിഹേവ് ചെയ്യണം, ഇവളിങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ മേ ബി നിങ്ങൾ പെട്ടെന്ന് പുതിയൊരു ഡ്രസ്സ് വാങ്ങുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, ഒരു ഡാൻസ് പഠിക്കാൻ പോകുന്നു. എന്താ ഇവളിങ്ങനെയൊക്കെ, അതൊരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ. കാരണം ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്ന ഒരു സ്ഥിരം കഥയല്ലാതെ സംതിങ് ന്യൂ, എന്തോ പുതിയ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. വീണ്ടും മറ്റേ ആ പഴയ ബോറിംഗ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറല്ല, ഇതിപ്പോൾ വേറെ എന്തൊക്കെയോ ആണ്. ഇവളെ എനിക്ക് മനസ്സിലാവണില്ല, ഈ ഒരു കുട്ടിയെ, അതായത് ഇപ്പോൾ ഈ ഒരു ലേഡിയെ എനിക്ക് മനസ്സിലാവണില്ല, ഇതല്ലല്ലോ എൻ്റെ ഭാര്യ, ഇങ്ങനെ അല്ലല്ലോ, എന്താ ഇവൾക്ക് പറ്റിയേ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഓവർ തിങ്കിങ് അവർ ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ്, നിങ്ങളുടെ അവൈലബിലിറ്റി ഏറ്റവും കുറയ്ക്കുക. ബിക്കം ലീസ്റ്റ് അവൈലബിൾ. എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ അവൈലബിലിറ്റി കുറയ്ക്കാൻ പറ്റുമോ, അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രസൻസ് അല്ലെ, നിങ്ങളുടെ എന്തിനാ വേർഡ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ സാമീപ്യം, അത് നിങ്ങളുടെ ഫോൺ കോൾ വഴിയാണെങ്കിലും മെസ്സേജ് വഴിയാണെങ്കിലും നിങ്ങളുടെ നേരിട്ട് ഫിസിക്കൽ പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഏറ്റവും ലീസ്റ്റ് അവൈലബിലിറ്റി മാത്രം കൊടുക്കുക അവർക്ക്. എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ആളിൽ നിന്നും വല്ലപ്പോഴും മാത്രം കിട്ടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറുക. അതെങ്ങനെയാണ് മാറുക? ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ എപ്പോഴും കാണുമോ, ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം എന്ത് ചോദിച്ചാലും എപ്പോൾ വേണമെങ്കിലും ഓടിച്ചാടി ചെന്ന് കൊടുക്കുന്ന ഒരു ഭാര്യ ആയിരുന്നല്ലോ നിങ്ങൾ. ഇപ്പോൾ അതൊക്കെ ഇച്ചിരി ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ എന്തൊരു കാര്യം ചെയ്തോണ്ട് ഞാനിപ്പോൾ ഇച്ചിരി ബിസി, നിങ്ങളൊന്ന് ചെയ്യുമോ, നിങ്ങളൊന്ന് എടുത്തേക്കുമോ. ഇപ്പം ഷർട്ട് തേക്കണം, അയ്യോ ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ട്, ഞാനിപ്പോൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കയ്യിലൊക്കെ മഞ്ഞളോ ഇതൊക്കെ, നിങ്ങളത് തേച്ചോട്ടോ എന്ന് പറയാം. അതാണ് ലീസ്റ്റ് ആയിട്ട് അവൈലബിൾ ആവുക. അതേപോലെ എന്നുവെച്ചാൽ നമ്മൾ ദേഷ്യമൊന്നുമല്ല കാണിക്കുന്നത്, വി ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. അവരെ കെയർ ചെയ്യാനും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു. നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് എന്താ? നമ്മളെ മാത്രം കെയർ ചെയ്യാനാണ്, നമ്മളുടെ ശരീരം നോക്കാനാണ് നമുക്ക് ഇൻട്രസ്റ്റ്. പിന്നെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഭാര്യമാരെ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ സംസാരിക്കുക കേട്ടോ. എന്നിട്ട് ചിലർ പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചില പീരിയഡൊക്കെ വർത്തമാനം ചിലർ അടിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ സൂക്ഷിച്ചും കണ്ട്. വലിയ ഉപദ്രവശാലികളല്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ് ഇതൊക്കെ നടപ്പാവുള്ളൂ. ഉപദ്രവിക്കുന്നവരെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരൊന്നും ചേഞ്ച് ആവത്തില്ല. അവരൊക്കെ എന്തിനാണ് നമ്മുടെ ശരീരം തല്ലി നമ്മളെ വേദനിപ്പിക്കുന്ന പാർട്ട്നേഴ്സിനൊന്നും നമുക്ക് വേണ്ട. അപ്പോഴൊരു കുഞ്ഞു ജീവിതമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ലൈഫിൽ കൊണ്ട് നടക്കണ്ട. അങ്ങനെ അല്ലാത്ത ആൾക്കാരെ പറ്റിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ എപ്പോൾ ഫോൺ വിളിച്ചാലും ആ സെക്കൻഡ് തന്നെ എടുക്കുന്ന
ഒരു ഭാര്യയായിരിക്കും നിങ്ങൾ. പക്ഷേ ഇനി അദ്ദേഹത്തിൻ്റെ കോൾ വല്ലപ്പോഴേ വരുള്ളൂ. അതിൽ പുറത്തൊക്കെ പോയാൽ എപ്പോഴും വിളിച്ചോളൂ. നിങ്ങൾ അദ്ദേഹം പുറത്ത് പോയി കഴിഞ്ഞാൽ വിളിച്ചന്വേഷിക്കുകയേ വേണ്ട. എന്തായാലും എന്തായാലും 30 വയസ്സിന് മേളിലുള്ള ആളായിരിക്കുമല്ലോ. അയാൾക്ക് പോയിട്ട് തിരിച്ചാൽ പിന്നെ എങ്ങാനും ഒത്തിരി ലേറ്റായിട്ടും കണ്ടില്ലെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ആ ഫോണിലേക്ക് കോൾ വരാതിരിക്കുമ്പം തന്നെ അവർക്കാകെ ടെൻഷൻ. എന്താ ഇവള് വിളിക്കാത്തേ, അല്ലെങ്കിൽ ഒരു 100 കോൾ വിളിക്കണ്ട, ഇവൾക്ക് ഇന്നിപ്പം എന്നെ വേണ്ടേ, എന്താ അവൾക്ക് എന്നോട് ഇൻട്രസ്റ്റ് പോയോ എന്ന് അയാൾ ചോദിച്ചു തുടങ്ങും. ഇനിയിപ്പം എനിക്ക് വയസ്സായിപ്പോയി കാണും, ഇനി എൻ്റെ സൗന്ദര്യം കുറഞ്ഞുകൊണ്ടായിരിക്കുമോ അവൾക്ക് എന്നോട് താല്പര്യം എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങും. പിന്നെ എങ്ങനെ അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുക? എപ്പോഴും നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തോട് പോയി പറയുക, വിശേഷം പറയുക. അദ്ദേഹത്തിനൊന്നും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ച് പിടിച്ചിരുത്തി നോക്ക് കേക്ക്, ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തിയൊക്കെ സംസാരിക്കത്തില്ല. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ChatGPTയോട് സംസാരിക്കാം, ജെമിനിയോട് സംസാരിക്കാം, ഒന്നല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കാം. അവിടെ ഒരുപാട് ലേഡീസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്, അവരോട് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സോട്, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ അവരോട് സംസാരിക്കാം. ഈ ഒരു മനുഷ്യനോട് മാത്രം ഒന്നും പറയാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും പറയാതിരിക്കുക. നിങ്ങളിപ്പോൾ ഡാൻസിന് ജോയിൻ ചെയ്തു, അങ്ങനെയുള്ള ചിലപ്പം ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഒന്നും പുള്ളിയെടുത്ത് ഷെയർ ചെയ്യാതിരിക്കുക. മറ്റാൾക്കാർ പറഞ്ഞാൽ അറിയട്ടെ. അതുപോലെ നിങ്ങൾ എപ്പോഴും സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കലവിലാന്ന് വർത്തമാനം പറഞ്ഞ ഒരാൾ പെട്ടെന്ന് ഒരാൾ വർത്തമാനം പറയുന്നത് നിർത്തുമ്പോൾ പെട്ടെന്ന് ആ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ആ അവൈലബിലിറ്റി ഇല്ലാതാവുമ്പോഴത്തേക്കുമാണ് ആ പ്രസൻസിൻ്റെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുക. സോ ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു ഗെയിം പോലെ ചെയ്യണം എന്നല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കുക എന്നാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ മറ്റുള്ളവർക്കും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അത് നിങ്ങൾ മനസ്സിലാക്കുന്നു, അന്നേ നിങ്ങൾ നന്നാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ഭർത്താക്കന്മാരുടെ പെരുമാറും. കാരണം നമ്മളെ അമ്മമാർ ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിച്ചു വിട്ടത്. നമ്മൾ ഭർത്താവിനെ ദൈവമായിട്ട് കാണണം, ഭർത്താവിനെ അങ്ങനെ വേണം ഇങ്ങനെ വേണം, എന്നിട്ട് എപ്പോൾ വേണം അവർക്ക് എപ്പോഴും സേവിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ നിൽക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു വിട്ടാൽ. പക്ഷെ അങ്ങനെയല്ല, തിരിച്ചിങ്ങോട്ടേക്ക് സ്നേഹം വേണ്ടേ നമുക്ക്? എന്നും ഇങ്ങനെ സേവിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് നമ്മളെ തിരിച്ച് സ്നേഹവും കെയറും എല്ലാം വേണം. നിങ്ങൾ അറിയോ, വളരെ മീനായിട്ടുള്ള ഗേൾസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, മുഖത്ത് നോക്കി എന്തും പറയുകയും വളരെ റൂഡായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഗേൾസിന് വളരെ സ്നേഹിക്കുന്ന ചെറുക്കന്മാരെ കിട്ടും. അവരെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, പൊന്നുപോലെ നോക്കുന്ന, എന്താ പറയുന്നത്, നിലത്ത് പോലും വെക്കാതെ തലയിൽ കൊണ്ടു നടക്കുന്ന ചെറുക്കന്മാരെ കിട്ടും. കാരണം എന്താ? ആ മീൻ ഗേൾസ് അവർക്ക് അവരുടെ വാല്യൂ എന്താണെന്നറിയാം. നീ പോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്കാണല്ലോ എനിക്ക് കുഴപ്പമില്ല, നീ പോലെ നിനക്കാൾ നല്ല ആൾക്കാർ വരുമെന്ന് എനിക്കറിയാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്കുള്ളത്. സോ അതുപോലെ അവരെപ്പോഴും ഇങ്ങനെ മറ്റേ ഓപ്പോസിറ്റ് ആളെ പ്ലീസ് ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല. അവരുടെ ലൈഫ്, അവരുടെ പ്രയോറിറ്റീസ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോഴത്തേക്കും ഇവരെ ഒന്നും പ്ലീസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവർക്കില്ല. അതായത് അവരുടെ പ്രസൻസ് വളരെ റെയറായിരിക്കും. അവർക്ക് ഇപ്പോൾ ആരുടെ മുഖത്തേക്ക് എന്ത് പറയാനും ഒരു പേടി ഉണ്ടാവത്തില്ല. അവർ അവരുടെ ജീവിതം അത്രയും വാല്യുബിളാണ്. അതേപോലെ തന്നെ അവരുടെ പ്രസൻസ് വളരെ വിരളമായിട്ട് മാത്രം കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോയ് ഫ്രണ്ട് ഓർ ഹസ്ബൻഡിന് അവർ ഭയങ്കര വാല്യൂ ആയിരിക്കും. അത് ശരിക്കും ഒരു വിരോധാഭാസമാണ്. കാരണം ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അവഗണനയും ആട്ടും തുപ്പും, സ്നേഹം വലിയതായിട്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഈ പറയുന്ന എല്ലാ കരുതലും സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്നു. പക്ഷെ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതൊരു സൈക്കോളജി ഇങ്ങനെയാണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? നമ്മൾക്കവിടെ വാല്യൂ ഇല്ലാതായി മാറും. സോ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് സ്ലോലി നടക്കുകയുള്ളൂ. പതുക്കെ ചേഞ്ച് ആവുക എന്ന് വെച്ചാൽ അവരെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ കാണിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ പതുക്കെ ഉയർത്തുക. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ എന്താണ് ഏതാണ് എന്നെല്ലാം പതുക്കെ ഇവരുമെല്ലാം മനസ്സിലാക്കും. അങ്ങനെ ആ പോയ അട്രാക്ഷൻ അവർക്ക് തിരിച്ചു വരും എന്നുള്ളതാണ്. എത്രയോ പേരുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്ര പേര് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എത്ര പേരുടെ ജീവിതത്തിൽ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു മറുവശമുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന് വേറൊരു വശം കൂടിയുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടെ ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിന് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതിനൊപ്പം പറയേണ്ട കാര്യം. അതായത് ഇപ്പം ഞാനീ പറയുന്ന നമ്മളിങ്ങനെ സ്നേഹിക്കുകയും കെയറൊന്നും ചെയ്യാത്ത, നമ്മളെ ഇൻസൾട്ടൊക്കെ ചെയ്ത് നമ്മൾ ഒരു വാല്യൂ ഇല്ലാതെ ഒക്കെ ചെയ്യുന്ന, ഈവൻ നമ്മളെ ചതിക്കുന്ന പാർട്ട്നേഴ്സിനെ എങ്ങനെ നമ്മളെ വീണ്ടും സ്നേഹിപ്പിക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ വേണോ എന്നുള്ളത്.
കാരണം നിങ്ങളെ സ്നേഹിക്കാത്ത ഒരാളെ സ്നേഹിക്കണം എന്ന് ഞാനൊരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം ഞാൻ എത്ര വാല്യുബിൾ ആണെന്നും എൻ്റെ പ്രസൻസ് എത്ര വലുതാണെന്നും എനിക്കറിയാം. സോ ഒരാളെ കൊണ്ട് നിർബന്ധിച്ചൊന്നും സ്നേഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ സെൽഫ് വർത്ത് എല്ലാം പണയം വെച്ച് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ചേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ലൈഫിൽ അങ്ങനെ ചെയ്യില്ല. ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ എക്സ്ട്രാ എഫേർട്ട് ഞാൻ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പ് നിർത്തും. എന്തിനാണ്? അതിന് മാത്രമുള്ള സമയമൊന്നും ഇല്ല ഇവിടെ. നമുക്കല്ലാണ്ട് ചെയ്യാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഒരാളെ ഓർത്ത് കരഞ്ഞ് നിലവിളിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് ജീവിതമുള്ളൂ. ഉള്ള സമയത്ത് ഈ മനോഹരമായ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക, അത്ര മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒബ്ജക്റ്റ്. അല്ലാണ്ട് നിർബന്ധിച്ച് പിടിച്ച് സ്നേഹിക്കാനൊന്നും നമുക്കിവിടെ സമയമൊന്നുമില്ല. സോ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ലൈഫിലുള്ള ആ പാർട്ട്ണറുടെ ടോക്സിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് ഇയാളെ വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് തീരുമാനിച്ചതിന് ശേഷം നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കണം. അത് ഇപ്പം നിങ്ങളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാനായിട്ടൊന്നും പറയുകയല്ല. ഒരുപാട് കാര്യങ്ങൾ ഡിവോഴ്സിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഈവൻ റിലേഷൻഷിപ്പൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ അതേ രീതിയിൽ ചിന്തിക്കും. വെറും റിലേഷൻഷിപ്സ് മാത്രമാണ്, മാരീഡൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലാത്ത ആൾക്കാരെ കഷ്ടപ്പെട്ട് പിടിച്ചൊന്നും വെച്ചിട്ട് സ്നേഹിപ്പിക്കരുത്. അത് ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഫോഴ്സ്ഡായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ബാക്ക് ഫയർ ചെയ്യും. അതായത് നമ്മൾ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ദൈവം അല്ല യൂണിവേഴ്സ് എടുത്ത് കളയുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതല്ലാണ്ട് നമ്മളിതിനിങ്ങനെ പിടിച്ച് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും അത് ശരിക്കും നമ്മളിൽ നിന്ന് പോകേണ്ടതായിരിക്കും. പോയി കഴിഞ്ഞാലേ നമുക്ക് നല്ലതുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ പിടിച്ച് വെക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? അതുകൊണ്ടുണ്ടാവുന്ന എല്ലാ നാശങ്ങളും നമുക്ക് സംഭവിക്കുകയും അങ്ങനെ നമുക്ക് വളരെ അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരവസ്ഥ ജീവിതത്തിൽ സംഭവിക്കും. സോ ചിലത് ഇത് എത്രത്തോളം വാല്യുബിൾ ആണ് എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇത് വേണോ വേണ്ടോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇത് കൂടാതെ എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ അവർ നമ്മളടുത്ത് വീണ്ടും സ്നേഹം കാണിക്കാനായിട്ട് വരുന്നൊരു സ്റ്റേജ് ഉണ്ടാവും. ആ സമയത്ത് അവരെല്ലാം മറന്നിട്ട് രക്ഷപ്പെട്ടു, ഞാൻ ഈ ചെയ്ത എല്ലാ ഇതും ഏറ്റു, പുള്ളിക്കിപ്പോൾ എന്നോട് സ്നേഹമാണ്, എൻ്റെ ചേട്ടാ ഇത്രയും നാളും ഉണ്ടായിരുന്നു, എനിക്ക് എന്ത് സങ്കടമായിരുന്നു, എനിക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്, അങ്ങനെ ഇങ്ങനെ എനിക്ക് ഭയങ്കര മിസ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് തിരിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാം വീണ്ടും തകിടം മറിയും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവർ വീണ്ടും തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ആ പഴയ ലൈഫ്, ആ പഴയ സ്നേഹം, ആ കെയർ അവർക്ക് തിരിച്ച് വീണ്ടും വേണമെങ്കിൽ അവരതിന് എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് അത് തിരിച്ച് മേടിക്കണം. എന്നാൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് സ്നേഹിക്കുമ്പോഴത്തേക്കും ഒരു 2 അടി പിന്നെയും ബാക്കിലേക്ക് മാറി നിൽക്കുക. അപ്പോൾ അവർ വീണ്ടും കൂടുതൽ സ്നേഹിക്കും. അപ്പോൾ 2 അടി പിന്നെയും മാറി നിൽക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലഷർ ആൻഡ് പെയിൻ തിയറി. കുറച്ച് സ്നേഹം, അത് ഫുള്ളായിട്ടങ്ങ് അവോയ്ഡ് ചെയ്യാണ്ട് കുറച്ച് ഇടയ്ക്കൊന്ന് ചിരിക്കുക, ഇടയ്ക്കൊന്ന് സ്നേഹിക്കുക, ഇടയ്ക്കൊരു ഇൻറ്റിമസി. ഓക്കെ, അതിനുശേഷം വീണ്ടും നിങ്ങൾ പഴയ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് സ്നേഹം കാണിക്കും, പിന്നെ നിങ്ങൾ വീണ്ടും പഴയ പോലെ ആവുന്നു. അപ്പോൾ എന്നുവെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് ബിഹേവ് ചെയ്തൊരു കാര്യമില്ലേ, ജസ്റ്റ് മിറർ ഹിസ് ബിഹേവിയർ. അത് തന്നെ ചെയ്യാം. നിങ്ങളോട് ഇങ്ങോട്ട് ചെയ്ത അതേ കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്യാം. അവരും കൺഫ്യൂസ്ഡ്, അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെ, ഇവൾക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ, ഇനി അഭിനയിക്കുകയാണോ എന്നുള്ള രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആവും. സോ അവരുടെ ഫുൾ ചിന്തകളും അവരുടെ വേൾഡും നിങ്ങളായി മാറും. അവർ സ്ലോലി നിങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ട് മാറും. ഈ പെയിൻ ആൻഡ് പ്ലഷർ കൊടുക്കുമ്പോൾ, അതായത് കുറച്ച് അവരുടെ എന്താ പറയുന്നത്, അവരുടെ സങ്കടവും നിങ്ങളാകണം, അതിനുള്ള മരുന്നും നിങ്ങളാവണം. അങ്ങനെ ആകുമ്പോഴാണ് അവിടെ അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു കാര്യം ഇച്ചിരി മാത്രം നിങ്ങൾ കൊടുത്തിട്ട് പെട്ടെന്നായിട്ട് അത് സ്റ്റോപ്പും ചെയ്യുമ്പോഴത്തേക്കും അതിന് അഡിക്ഷൻ ഉണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുത്തോണ്ട സാധനം നിർത്തി കഴിയുമ്പോഴത്തേക്കും എന്താ, അത് കിട്ടാതാകുമ്പോഴത്തേക്കും ഭയങ്കര വെപ്രാളമായിരിക്കും. എന്നിട്ടത് വീണ്ടും പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കൊടുക്കുന്നു, ഇങ്ങനെ തീറ്റിയിട്ട് കൊടുക്കത്തില്ലേ, അതേപോലെ നിങ്ങൾ കുറച്ച് നാൾ നിങ്ങളിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ അവർ നിങ്ങളിൽ ഭയങ്കരമായിട്ടും അഡിക്റ്റഡ് ആവും. പക്ഷെ അവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാമെന്നല്ല, സ്ലോലി യു ഡു ഇറ്റ്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്
ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫസ്റ്റ് ഫേസിൽ എങ്ങനെ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആക്ച്വലി ഇതിനൊക്കെ കോഴ്സസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട്. ആരെ നിങ്ങൾക്കറിയോ? പൈസ കൊടുത്തിട്ട് കോഴ്സസ് ഇത്തരത്തിലുള്ള എങ്ങനെ ഇവരെ അട്രാക്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ പറയുന്ന കോഴ്സ് വരെ അവൈലബിൾ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ബേസ്, ഇതാണ് ഇതിൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് മനസ്സിലാക്കുന്നു, അതനുസരിച്ച് ആക്ട് ചെയ്യുന്നു, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഈ പറയുന്ന പോലെ കെയർ, സ്നേഹം ഇത്. കാരണം ഞാനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതേപോലത്തെ ഒരു സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളതാണ്. ഈവൻ ഞാൻ മാരീഡ് ആയിരുന്നില്ലെങ്കിൽ പോലും I did the same thing. So I experienced the same thing. എനിക്കതപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് എനിക്ക് കണക്റ്റ് ആവുന്നുണ്ട്, എനിക്കത് പെട്ടെന്ന് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടോ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ, അൾട്ടിമേറ്റ്ലി സെൽഫ് ലവ്, സെൽഫ് ഒബ്സസ്ഡ് ആവുക. അങ്ങനെ നിങ്ങൾ സെൽഫ് ഒബ്സസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ മേലെ ഒബ്സസ്ഡ് ആകും എന്നുള്ളതാണ്. പിന്നെ ഇത് നല്ല രീതിയിൽ പോകുന്ന ദാമ്പത്യ ബന്ധത്തിൽ പോയിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. നല്ല രീതിയിൽ നല്ല സ്നേഹമുള്ള, നല്ല രീതിയിൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള ഫാമിലീസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെയൊക്കെ മേലെ പോയിട്ട് ഇത് ഇങ്ങനെ പരീക്ഷിക്കരുത്. ഉള്ള സ്നേഹം പോയി കിട്ടും. ഇത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ലേഡീസ് മാത്രം ട്രൈ ചെയ്താൽ മതി. അല്ലാതെ നല്ല സ്നേഹവും കെയറും ഒക്കെ ഉള്ള ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഇതുപോലെയൊക്കെ ഓരോന്ന് കാണിച്ചിട്ട് ഉള്ള സ്നേഹം കൂടെ കൊണ്ടുപോയി കളയരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.